നല്ലൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ആ ഒരു പ്യോർ ടെസർ സിൽക്ക് ഉണ്ടല്ലോ, അതേ ആ ഒരു ഫീലിൽ വരുന്ന സോഫ്റ്റ് സെമി ടെസറാണ് സാരിയുടെ ഫാബ്രിക്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല എലഗന്റ് ആയിട്ട് നല്ലൊരു സട്ടിലായിട്ട് നിൽക്കുന്ന ലെയ്തിരിക്കുന്ന പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. സാരിയിൽ ഫ്ലോറൽ ഡിസൈൻസ് തന്നെ സാരി വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് കളർ പാരറ്റിലുമാണ്. നല്ലൊരു ബേബി പിങ്ക്, പീച്ച്, എംബ്രാൾഡ് ഗ്രീൻ ആൻഡ് ഒരു ലൈറ്റ് ബ്രൗൺ ആ ഒരു കോമ്പിനേഷനിൽ മൾട്ടി കളർ ത്രെഡ് വെച്ചിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ സാരിയിൽ ഒരു ലോവർ ബോർഡർ വരുമ്പോൾ ഫുൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. അതൊരു ത്രെഡ് വീവിലാണ്, സെൽഫ് ത്രെഡ് വീവിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. കൂടാതെ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് എൻ്റയർ സാരിയിലും വരുന്നുണ്ട്. നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കേണ്ടവർക്ക് ഈ ഒരു സ്റ്റൈലിൽ കൊടുക്കാം. അപ്പൊ ഈ ഒരു മോട്ടീവ്സ് കുറച്ചും കൂടി നല്ലൊരു വിസിബിൾ ആയിട്ട് വരും. അതല്ല വൺ ലെയറിലും ഈ സാരി നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ്. സോഫ്റ്റ് സിൽക്ക് ടെസറാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ട്രാൻസ്പെറൻസി ഇല്ല സാരിക്ക്. നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നമുക്കൊരു ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം അതുപോലെയുള്ള ഫംഗ്ഷൻ, അതെല്ലാം നമുക്കൊരു വെഡിങ് പോലുള്ള ഫംഗ്ഷൻ എന്നെല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. നല്ല എലഗന്റായിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. പ്രൈസ് വൈസ് ആണെങ്കിലും വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ്. പേൾ ക്രീം വിത്ത് ബേബി പിങ്ക്, പീച്ച് ആൻഡ് എമറാൾഡ് ഗ്രീൻ, അതാണ് കോമ്പിനേഷൻ വരുന്ന സാരിക്ക്. അതിലൊരു പീച്ച് ആൻഡ് ഒരു ബ്രൗൺ ടോണിലുള്ള ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ഫുൾ സാരിയിൽ ആ ഒരു ബോഡിയിൽ വരുന്ന ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ മോട്ടീവ്സ് വരുന്നുണ്ട്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. സാരി ഇതാണ് ആ ഒരു ലുക്ക് വരിക. സാരിയിൽ പീച്ച് ആൻഡ് ബ്രൗണിലായിരിക്കും സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സ് ആണ് ഫുൾ ബോഡി വന്നിട്ട്. ഇതാ ഒരു സെമി ടെസർ ആയതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ത്രെഡ് വീവ് പാറ്റേൺസ് വന്നിട്ടുണ്ട്. വെർട്ടിക്കലായിട്ട് ഒരു വീവ് പാറ്റേൺസ് വന്നിട്ട് അതിലാണ് ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരും. ഫുൾ ഒരു വെർട്ടിക്കൽ ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. ഇതാണ് ആ ഒരു വർക്ക് വരുന്നത്. നമുക്കൊരു പ്രിന്റ് പോലെ തോന്നിക്കുന്ന അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന സാരിയിൽ. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരിക. നല്ലൊരു മൾട്ടി കളറിലുള്ള വർക്ക് വന്നിട്ട് ആ സെൽഫ് ത്രെഡ് വ്യൂവിൽ തന്നെ ആയിരിക്കും ഡബിൾ സൈഡ് ബോർഡർ വരുന്ന സാരിക്കും. ഇതിന്റെ പല്ലു വരുമ്പം ആ ഒരു സെൽഫിൽ തന്നെ പേൾ ക്രീമിൽ തന്നെ ജൂഡ് വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ജൂഡ് വുമൺ സ്റ്റൈലിൽ ഈ ഒരു മുന്താണി വരുന്നുണ്ട്. ഇതേ ജൂഡ് വീവിൽ തന്നെയാണ് സാരിയുടെ കൂടെ റണ്ണിങ് ബ്ലൗസും വരുന്നുണ്ട്. ഇതായിരിക്കും സാരിയുടെ ഓവറോൾ ലുക്ക് വരിക. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പ്ലീറ്റ്സ് എല്ലാം കിടക്കുന്നത് നല്ല ഫോളിലാണ് പ്ലീറ്റ്സ് എല്ലാം കിടക്കുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇനി ഒരു ഡിഫറെന്റ് ലുക്കിലാണ് സെയിം സാരി തന്നെ കാണിക്കുന്നത്. ഇതിന് മുൻപ് കാണിച്ചത് കോൺട്രാസ്റ്റ് ആയിരുന്നു, ആ ബേബി പിങ്കിലായിരുന്നു ബ്ലൗസ് ഡ്രേപ്പ് ചെയ്ത്. ഇത് വരുന്നത് സെൽഫിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു കളറിലാണ് ജൂഡ് വുമൺ സ്റ്റൈലിൽ സാരിയുടെ കൂടെ ബ്ലൗസ് വരുന്നത്. കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാം. കാരണം നമ്മുടെ കയ്യിൽ ബ്ലൗസ് കാണുമല്ലോ ഏതെങ്കിലും കളറിലെ. അങ്ങനെ കുറച്ചൊരു ഈ ഒരു വർക്ക് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സെൽഫ് കളറിലെ ബ്ലൗസ് ആയിരിക്കും കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ട് വരിക. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. നമ്മൾ സെൽഫ് വീവിൽ വരുമ്പോൾ അതേ പീച്ച് ഫ്ലവേഴ്സ് സെയിം സ്റ്റൈലിൽ തന്നെയുള്ള ഒരു എംബ്രോയിഡറി വർക്കിൽ തന്നെ ലോവർ ബോർഡർ വരുന്നത്. ആ ഒരു ഗീച്ച വുമൺ സ്റ്റൈലിൽ ജൂഡ് വുമൺ പാറ്റേണിലാണ് സാരിയുടെ മുന്താണിയും ബ്ലൗസും വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഇതിൽ വീവ് വരുന്നുണ്ട്, പ്ലെയിൻ അല്ല കേട്ടോ ബ്ലൗസ് വരുന്നത്. ആ ഒരു ജൂഡ് വീവിലാണ് ബ്ലൗസും പല്ലുവും വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക സാരി. നമ്മൾ ആ ഒരു സെൽഫ് കളറിലെ ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് സാരി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ തെച്ചി കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വന്നത്. ആ ഫുൾക്കാരി തെച്ചി കോട്ടയിൽ നല്ലൊരു ഡിഫറെന്റ് കോമ്പിനേഷനിലാണ് ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഒരു അബ്സ്ട്രാക്ട് ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് സാരിയിൽ വന്നിരിക്കുന്നത്. അതും നല്ലൊരു മൾട്ടി കളർ പാലറ്റിലാണ്. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. കാരണം ഇതിലും ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് അങ്ങനെ നല്ലൊരു ഡീപ്പ് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. സെൽഫ് കളറിലെ ബ്ലൗസ് നല്ലൊരു ഓപ്ഷനാണ് സാരിക്ക്. ഇതിന്റെ കൂടെ വരുന്നത് തെച്ചിയിൽ തന്നെ പ്രിന്റഡ് ബ്ലൗസ് ആണ്. ഫ്ലോറൽ ഡിസൈൻസിലുള്ള പ്രിന്റഡ് ബ്ലൗസ് ആണ്. ബ്ലൗസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ ലാസ്റ്റ്. ഇതായിരിക്കും സാരിയുടെ ഓവറോൾ ലുക്ക് വരിക. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരിയാണ്. ഇതാണ് ആ ഒരു പ്ലീറ്റ്സിന്റെ എല്ലാം പോർഷൻ വരുമ്പം ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും ത്രൂ ഔട്ട് ദ സാരി വരുന്നുണ്ട്. കൂടാതെ ആ ഒരു ചെസ്റ്റ് പോർഷനിലും കംപ്ലീറ്റ് ഈ ഒരു വർക്ക് തന്നെ വരുന്നത്. ബോർഡർ ഇല്ല, വിത്തൗട്ട് ബോർഡർ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഫുൾക്കാരി തെച്ചിയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതായിരിക്കും ആ ഒരു ലുക്ക് ഇങ്ങനെ വരും. നല്ലൊരു റോയൽ ബ്ലൂ, റെഡ്, ബ്ലാക്ക്, ഒരു റസ്റ്റിക് ഓറഞ്ച്, ലെമൺ യെല്ലോ, അങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് സാരിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് ബ്ലൗസ് നമുക്ക് ഇതിലൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. റണ്ണിങ് ബ്ലൗസ് വരുന്നതും സെയിം ടോണിൽ തന്നെ തെച്ചിയിൽ തന്നെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും പ്രിന്റഡ് ബ്ലൗസ് വരുന്നത്. ഇതും നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ഇതും സ്റ്റിച്ച് ചെയ്ത് ഇടുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. നല്ല സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. ഇതാണ് വരുന്നത് സാരി. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെ വരും. ഫാബ്രിക് സെയിം തന്നെ വന്നിരിക്കുന്നത്. ഫുൾക്കാരി തെച്ചി കോട്ട തന്നെയാണ്. പേൾ ക്രീം തന്നെയാണ് സാരിയുടെ ബേസ് വരുന്ന പേൾ ക്രീം ആണ്. ഇതിൽ ആ ഒരു ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇത് വരുമ്പോൾ മൾട്ടി കളറിൽ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും സാരി വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ്. ഫുൾ ബോഡി സെയിം സ്റ്റൈലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതായിരിക്കും ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ എല്ലാം വരുമ്പോൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഫുൾ ആ ഒരു ത്രെഡ് വുമൺ സ്റ്റൈലിൽ ഫുൾക്കാരിയിൽ തന്നെയായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഇതാണ് ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി, മുന്താണി സെയിം പാറ്റേൺ. ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസിലാണ് സാരിയുടെ പല്ലു വരുന്നത് വിത്ത് ബ്ലൗസ്. അതേ ഫ്ലോറൽ പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്.
നെക്സ്റ്റ് സാരി വീണ്ടും സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരി വന്നിരിക്കുന്നത്. നല്ല പേസ്റ്റൽ കളേഴ്സിലും സോഫ്റ്റ് കളർ പാലറ്റിലുമാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന സാരിക്ക്. നമ്മളൊരു ഷൂ ഫ്ലവറിന്റെ എല്ലാം പാറ്റേൺ ഉണ്ടല്ലോ, ചെമ്പരത്തി പൂവിന്റെ പാറ്റേണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സാരിക്ക്. അതുകൂടാതെ സെൽഫ് വീവും വരുന്നുണ്ട്, സെൽഫ് കളറിലുള്ള ത്രെഡ് വർക്കും വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ്. കളർ പറയുകയാണെങ്കിൽ നല്ലൊരു സേജ് ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സേജ് ഗ്രീനിൽ അതേ സേജ് ഗ്രീൻ ടോണിൽ തന്നെയാണ് ഫുൾ ബോഡിയിലും ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. അതിൽ ഒരു ബേബി പിങ്കിലായിരിക്കും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരിക. ഇതാണ് ആ ഒരു പാറ്റേൺ വരിക. ഫുൾ ബോഡി ആ സേജ് ഗ്രീനിൽ തന്നെ നല്ല പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. അതിൽ ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് ബേബി പിങ്ക് ആൻഡ് ഒലിവ് ഗ്രീനിലായിരിക്കും. സോഫ്റ്റ് സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബോർഡർ ഇല്ല കേട്ടോ, വിത്തൗട്ട് ബോർഡർ ആണ് സാരി. ഫുൾ സാരി എൻറ്റയർ സാരിയും ഇതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും വരിക. നമ്മൾ ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ എല്ലാം വരുമ്പോൾ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഒരു ഹാഫ് പോർഷനിൽ ആ സേജ് ഗ്രീനുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിലാണ് ആ ഫ്ലോറൽ വർക്ക് വരുന്നത്. പല്ലു സെയിം സ്റ്റൈൽ വിത്ത് റണ്ണിങ് ബ്ലൗസ്. സെയിം അതേ പാറ്റേണിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരിക. അതെല്ലാം നമുക്ക് ബേബി പിങ്കിലെ ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു ബ്ലൗസ് നമുക്ക് ഇതിനോട് ഡ്രൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പീച്ചാണ് സാരി വന്നിരിക്കുന്നത്. പീച്ചിലും അതേ ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ്, സെൽഫ് വീവിലാണ്. പീച്ച് കളറിൽ തന്നെയുള്ള ഫുൾ ത്രെഡ് എംബ്രോയിഡറി ആണ്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഫുൾ ബോഡി വന്നിട്ട് ബേബി പിങ്കിലാണ് ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് സാരിയിൽ. സെയിം സ്റ്റൈലാണ്, എല്ലാ സാരീസും ഒരേ പാറ്റേൺ തന്നെയാണ് വരുന്നത്. ആ ഒരു ബോഡി കളർ ഏതാണോ അതിൽ ഫുൾ ആയിട്ട് ഒരു ത്രെഡ് എംബ്രോയിഡറി വന്നിട്ട് ആ ഒരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ബേബി പിങ്ക് ആൻഡ് ഗ്രീനിലായിരിക്കും ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ബ്ലൗസ് വരുന്നത് എല്ലാ സാരിക്കും പ്ലെയിൻ ആയിരിക്കും. സൂപ്പർ നെറ്റ് കോട്ടയിലെ നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. പൗഡർ ബ്ലൂവിലും സെയിം സ്റ്റൈലിൽ തന്നെ പൗഡർ ബ്ലൂവിൽ തന്നെ ആയിരിക്കും ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ട് ബേബി പിങ്ക് ആൻഡ് ഗ്രീനിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരിക വിത്ത് റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ പേൾ ക്രീം ആണ്. പേൾ ക്രീമിലും സെയിം സ്റ്റൈലിൽ തന്നെ പേൾ ക്രീം ടോണിൽ തന്നെ ആയിരിക്കും ത്രെഡ് വർക്ക് വരുന്നത് വിത്ത് ബേബി പിങ്ക് ആണ് ആ ഒരു മോട്ടീവ്സ് വരുന്നത്. ഞാൻ ക്ലോസിൽ കാണിക്കാം. എല്ലാ സാരീസും ഇതേ പാറ്റേണിൽ തന്നെ കേട്ടോ. ബോഡി കളർ ഏതാണോ ആ ഒരു കളറിൽ ഫുൾ ത്രെഡ് വർക്ക് തന്നെ ആയിരിക്കും വരുന്നത് സാരിയിൽ. ഇതാണ് ബോഡി വരിക. ബോർഡർ ഇല്ല, എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡർ വന്നിട്ട് റണ്ണിങ് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ വർക്ക് ആൻഡ് റണ്ണിങ് പല്ലു. അടുത്ത കളർ ലാവൻഡർ. ലാവൻഡറിലും സെയിം സ്റ്റൈൽ, ലാവൻഡറിൽ തന്നെ ആയിരിക്കും ആ ഒരു ഫ്ലോറൽ ജാൽ പാറ്റേണിലുള്ള ത്രെഡ് വർക്ക് വന്നിട്ട് ബേബി പിങ്ക് ആൻഡ് ഗ്രീനിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരും. അടുത്ത കളർ പറയുകയാണെങ്കിൽ ഒരു ഗ്രീൻ ടിൻറ്റഡ് ഐവറി ആണ്. ഐവറി ടോണാണ്, അതിലൊരു ഗ്രീൻ കൂടി വന്നിട്ടുണ്ട്. ഗ്രീൻ ടിൻറ്റഡ് ഐവറിയിൽ സെയിം സ്റ്റൈൽ അതേ ആ ഒരു ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബേബി പിങ്കിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരും, പ്ലെയിൻ ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് ഇത് വരുന്നത്. നല്ലൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ് സാരി വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ അതേ പാറ്റേണിലായിരിക്കും ഫ്ലോറൽ വർക്ക് വരിക വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ്.